ഹലോ വെൽക്കം ടു ത്രെഡ്സ് വേൾഡ്. അപ്പോൾ ഇന്ന് നൈറ്റിയുടെ സ്റ്റിച്ചിങ് വീഡിയോ ആണ്. അപ്പോൾ ഇതിൻ്റെ കട്ടിംഗ് വീഡിയോ ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. ആദ്യം തന്നെ നെക്കിൻ്റെ ഭാഗത്തുള്ള ആ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം ബ്ലാക്ക് ലേസ് വെച്ച് ആ ഒരു വശത്ത് ഫുള്ളായി സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ ഇതുപോലെയാണ് വെച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ നല്ല വശത്തിൻ്റെ ആ ഒരു ഭാഗത്ത് തന്നെയാണ് ലേസ് വെച്ച് സ്റ്റിച്ച് ചെയ്യുക. അതിനുശേഷം തിരിച്ചു വെച്ച് അതിൻ്റെ മേലെ കൂടെ സ്റ്റിച്ച് ചെയ്യാണ് വേണ്ടത്. തിരിച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, കേവ് പോലെയുള്ള ഭാഗത്തൊക്കെ കട്ടോ വീക്കട്ടോ ചെയ്യാൻ മറക്കരുത്. ഇനി അതിൻ്റെ മേലെ കൂടെ സ്റ്റിച്ച് ചെയ്യാം. ഇനി അതിൻ്റെ മേലെ കൂടെയും ഒരു സ്റ്റിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ മറ്റൊരു വശത്തും ചെയ്ത് കൊടുക്കാം. ഇനി സെൻറ്റർ ഭാഗത്ത് വെച്ച് കൊടുക്കാൻ താഴെ ഭാഗത്ത് പ്ലീറ്റ് വെച്ച് കൊടുക്കുന്ന ആ ഒരു പീസ് തന്നെയാണ് എടുക്കുന്നത്. അപ്പോൾ അത് ഇതുപോലെ സൈഡ് വശം രണ്ട് ഭാഗത്തും സ്റ്റിച്ച് ചെയ്യാം. അതിനുശേഷം തിരിച്ചിട്ട് അതിൻ്റെ മേലെ വെച്ച് കൊടുക്കാം. സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെയാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ ഇവിടെ സ്റ്റിച്ച് മാറിപ്പോവാതിരിക്കാൻ സൂചിയോ അല്ലെങ്കിൽ പിന്നോ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഇനി അതിൻ്റെ മേലെ കൂടെ സ്റ്റിച്ച് ചെയ്യാം. ഇനി ആവശ്യമില്ലാത്ത ഭാഗമൊക്കെ കട്ട് ചെയ്ത് മാറ്റാം. അടുത്തത് പാവാടക്കൊക്കെ താഴെ ഭാഗത്ത് വെച്ച് കൊടുക്കുന്നത് പോലെ ഒരു ചുരുക്കാണ് കൊടുക്കേണ്ടത്. അപ്പോൾ അതിനു വേണ്ടി ഞാൻ ഈ ഒരു പീസാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ജോയിൻ ചെയ്യാം. അതിനുശേഷം ഡബിളായി മടക്കി അതിൻ്റെ മേലെ കൂടെ വെച്ച് കൊടുക്കാം. ഇനി അത് ഇതുപോലെ ചെറിയ ചെറിയ ചുരുക്കായി അടുപ്പിച്ച് വെച്ച് വേണം സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി. ഇപ്പോൾ പാവാടക്കൊക്കെ വെക്കുന്നത് പോലെ തന്നെയാണ്, പക്ഷേ ഇവിടെ കുറച്ച് ചെറുതായിരിക്കും എന്ന് മാത്രമേ ഉള്ളൂ. ഇതുപോലെ ഫുള്ളായി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം.
ഇതുപോലെയാണ് നമുക്ക് കിട്ടേണ്ടത്. ഇനി ആ ഒരു പ്ലേറ്റ് വെച്ച് കൊടുക്കുന്ന വലിയ ഭാഗം പീസിൻ്റെ സെൻറ്റർ ഭാഗത്ത് ഇതുപോലൊരു ജോയിൻ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതിന് കാരണം നേരത്തെ കട്ട് ചെയ്യുന്ന വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നെക്കിൻ്റെ ഭാഗം എന്ന് പറയുന്നത് സ്ലീവ് കട്ട് ചെയ്ത ഭാഗത്ത് തന്നെയാണ് വെക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗം ജോയിൻ ചെയ്യാം. ഇനി ആ ഒരു ജോയിൻ ചെയ്ത സെൻറ്റർ ഭാഗത്തു നിന്ന് ഒരു ഭാഗത്ത് പ്ലേറ്റ് വെച്ചതിന് ശേഷം മറ്റൊരു ഭാഗത്ത് ചെയ്യുക. അപ്പോൾ ഇതുപോലെ ഈ ഒരു ഭാഗത്തും കൂടെ ചെയ്യുക. ഇനി അതിൻ്റെ മേലെ കൂടെ ജസ്റ്റ് ഒരു സ്റ്റിച്ച് കൂടെ ഇട്ട് കൊടുക്കാം. മറ്റൊരു കാര്യം, കട്ടിംഗ് വീഡിയോയിൽ ചെണ്ട് വെക്കുന്നതിൻ്റെ പീസും കൂടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലൊരു നെക്കിന് ചെണ്ട് ആവശ്യമില്ല എന്ന് കരുതുന്നു. അതുകൊണ്ടാണ് ആ ഒരു ചെണ്ട് വെക്കാണ്ടിരുന്നത്. അപ്പോൾ ഇത്രയാണ് ഫ്രണ്ട് ഭാഗത്ത്. ഇനി ബാക്ക് വശത്തിൻ്റെ നെക്ക് ഫിനിഷ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടി എടുത്ത ക്രോസ് പീസ് ആദ്യം ജോയിൻ ചെയ്യാം. ഇനി അത് ബാക്ക് വശത്തിൻ്റെ നെക്കിന് നല്ല ഭാഗത്ത് വെച്ച് അറ്റാച്ച് ചെയ്യാം. അതിനുശേഷം ഷോൾഡർ ജോയിൻ ചെയ്തതിന് ശേഷം മാത്രം ബാക്ക് വശത്തിൻ്റെ നെക്ക് ഫിനിഷ് ചെയ്യാം. അപ്പോൾ ഷോൾഡർ ജോയിൻ ചെയ്തു. ഇനി നെക്കിൻ്റെ ഭാഗം മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി സ്ലീവ് ജോയിൻ ചെയ്യാം. അപ്പോൾ അതിനു മുൻപായി സ്ലീവിൻ്റെ ലെങ്ത്ത് കൂട്ടാനുള്ളവർക്ക് അത് കൂട്ടാം. അപ്പോൾ അത് ഓപ്ഷണലാണ്. ലെങ്ത്ത് വേണമെന്നുള്ളവർക്ക് ചെയ്താൽ മതി.
ഇനി സ്ലീവ് ജോയിൻ ചെയ്യാം. അപ്പോൾ സെൻറ്റർ ഭാഗത്തുനിന്ന് ഒരു ഭാഗം ചെയ്തതിന് ശേഷം മറ്റൊരു ഭാഗം ചെയ്യാം. അപ്പോൾ ഇതുപോലെ മറ്റൊരു ഭാഗത്തുള്ള സ്ലീവും ജോയിൻ ചെയ്യാം. ഇനി ഫുള്ളായി രണ്ട് ഭാഗത്തും സ്റ്റിച്ച് ചെയ്യാം. ഇവിടെ ഫ്രണ്ട് ഭാഗത്തിൻ്റെ പീസ് കുറച്ച് അധികമായി വരുന്നുണ്ടാകും. അപ്പോൾ അത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം കട്ട് ചെയ്ത് മാറ്റിയാൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി താഴത്തെ ഭാഗവും കൂടെ മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നല്ലൊരു വീഡിയോയുമായി വീണ്ടും വരാം.